SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായ സിദ്ധാർത്ഥിന്റെ മരണം നാടെങ്ങും ചർച്ചയാകുമ്പോൾ 4 പതിറ്റാണ്ട് മുൻപ് നടന്ന മറ്റൊരു SFI ആക്രമണത്തിന്റെ കഥ ചർച്ചയാവുകയാണ്. പൂക്കോട്ട് സംഭവം നമ്മുടെ മനസ്സിൽ വേദന നിറയ്ക്കുന്നുണ്ടെങ്കിലും 80കളിൽ നടന്ന ഈ കഥ അല്പം കൗതുകമുള്ളതാണ്. SFIക്കാർ മർദ്ദിക്കാൻ ഓടിച്ചൊരു വിദ്യാർത്ഥിയുടെ കഥ. അങ്ങനെ ഓടി അദ്ദേഹം എത്തിയത് സർവകലാശാല വൈസ് ചാൻസലർ കസേരയിലാണ്. ആ കഥയും കേരളം അറിയണം. പ്രമുഖ സ്പോർട്സ് ലേഖകൻ സനിൽ പി തോമസിനോടാണ് ഖാദർ മാങ്ങാട് തന്റെ കോളേജ് ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്. കോളേജ് അധ്യാപകൻ, പ്രിൻസിപ്പൽ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ, UPSCയിൽ സിവിൽ സർവീസസ് പരീക്ഷയുടെ ഇന്റർവ്യൂ ബോർഡ് അംഗം, രാഷ്ട്രീയ നേതാവ് തുടങ്ങി ഒട്ടേറെ ഉന്നത പദവികൾ വഹിച്ച ഡോക്ടർ MK അബ്ദുൽ ഖാദർ എന്ന ഖാദർ മാങ്ങാടാണ് കഥാപുരുഷൻ. കോളേജ് പഠനകാലത്ത് മികച്ച ഗായകനും നടനുമായിരുന്ന അദ്ദേഹം അത്ലറ്റായി ട്രാക്കിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മികച്ച സ്പ്രിന്ററായേനെ. ഓടാനുള്ള തന്റെ കഴിവ് മാത്രം തിരിച്ചറിയാൻ അല്പം വൈകി. സംഭവം നടക്കുന്നത് 1980 കാലഘട്ടത്തിലാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1980-ൽ KCS സ്ഥാനാർത്ഥിയായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് അബ്ദുൽ ഖാദറും മത്സരിക്കുന്നുണ്ടായിരുന്നു. ഖാദറിനെ തല്ലാൻ 15ഓളം SFIക്കാർ വരുന്ന വിവരം KSU നേതാവ് വത്സലമെന്ന് പറഞ്ഞപ്പോൾ അല്പം വൈകിപ്പോയി. വോട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു അബ്ദുൽ ഖാദർ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് ചാടിയോടി. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത് SFI സംഘത്തിൽ തനിക്ക് തൊട്ടു പിന്നാലെ ഓടുന്നത് കാലിക്കറ്റ് സർവകലാശാല 100 മീറ്റർ ചാമ്പ്യനും ABVP-കാരനുമായ ചന്ദ്രശേഖരൻ നായരാണെന്ന്. ചന്ദ്രശേഖരൻ നായർ എത്ര ശ്രമിച്ചിട്ടും ഖാദറിന്റെ 15 അടി പിന്നിലെത്താനേ കഴിഞ്ഞുള്ളൂ. SFIക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഖാദർ പിന്നീടിത് ഓർത്തിരിക്കണം. ട്രാക്കിൽ ഓടിയിരുന്നെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ വേഗമേറിയ ഓട്ടക്കാരൻ താനായേനെ. കേരളത്തിലെ അത്ലറ്റിക്സിന് തീരാ നഷ്ടമാണ് അന്ന് സംഭവിച്ചത്. അന്ന് കൗൺസിലർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അബ്ദുൽ ഖാദറിനോട് തോറ്റ CH കുഞ്ഞമ്പു ഇപ്പോൾ ഉദുമ MLA ആണ്. ചന്ദ്രശേഖരൻ നായർ പിന്നീട് മട്ടന്നൂർ PRNSS കോളേജിൽ കായികാധ്യാപകനുമായി. ചന്ദ്രശേഖരൻ നായർ കോൺഗ്രസിന്റെ കോളേജ് അധ്യാപക സംഘടനാ പ്രവർത്തകനായി എന്നതും ചരിത്രമാണ്. അന്നും എതിരാളികളെ ഭയപ്പെടുത്തിയും ആക്രമിച്ചും പിന്തിരിപ്പിക്കുന്ന ശൈലിയായിരുന്നു SFIയുടേതെന്നതും ഡോക്ടർ ഖാദർ മാങ്ങാട് ഓർക്കുന്നു. കണ്ണൂർ, കാലിക്കറ്റ് സർവകലാശാലകളിൽ വൈസ് ചാൻസലറുടെ കസേരയിൽ ഇരിക്കുമ്പോൾ കാണാൻ വന്ന വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളോട് സംസാരിക്കുമ്പോൾ പഴയ കഥയോർത്ത് അദ്ദേഹം ചിരി അടക്കിയിട്ടുണ്ട്. VC ആയിരുന്ന കാലത്ത് UN സെക്രട്ടറി ജനറൽ കോഫി അന്നൻ VC ആയ ഖാന സർവകലാശാലയിലും ഒട്ടേറെ നൊബേൽ സമ്മാന ജേതാക്കൾ ഫാക്കൽറ്റികളായുള്ള വിദേശ സർവകലാശാലകളിലും പോയി പഠിച്ചത് കണ്ണൂരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതും രാഷ്ട്രീയക്കാരന്റെ ഇടുങ്ങിയ ചിന്തകളുടെ ബാക്കിപത്രമായ എതിർപ്പുകൾ ഉയർന്നതും അദ്ദേഹം മറന്നിട്ടില്ല. പക്ഷെ അന്നൊക്കെ രാഷ്ട്രീയ സംഘടനകൾക്കിടയിലും ചില നല്ല സൗഹൃദങ്ങൾ ബാക്കിയുണ്ടായിരുന്നത്രേ. 2 ചേരിയിലായി സമരം ചെയ്ത ശേഷം ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ ഉറങ്ങിയവരുമുണ്ടായിരുന്നു. സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ച വഴിയിൽ കിടന്നപ്പോൾ ഇത് നമ്മുടെ ഖാദർ അല്ലേ എന്ന് ചോദിച്ച് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതും കോൺഗ്രസ് നേതാക്കളെ വിവരമറിയിച്ചതും CPIM നേതാവ് A വിജയരാഘവൻ ആയിരുന്നുവെന്നത് അത്തരം സൗഹൃദങ്ങളുടെ ബാക്കി പത്രമാണ്. ഡോക്ടർ ഖാദർ മാങ്ങാടിന്റെ ഭാര്യ ഡോക്ടർ K നസീമ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് PhD എടുത്തതും കോളേജ് അധ്യാപികയായതുമായ ആദ്യ വനിതയാണ്. ഡോക്ടർ നസീമയുടെ മേൽനോട്ടത്തിൽ 5 പേർ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്.